സംഘികൾക്ക് 8ന്റെ പണി കിട്ടി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മധുരം വിതരണം ചെയ്ത 7 സംഘികളെ കുവൈറ്റിൽ നിന്ന് പുറത്താക്കി. ഗൾഫ് രാജ്യങ്ങൾ സംഘികൾക്ക് വിസ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. മതം നല്ലതാണ്, ആരാധന നല്ലതാണ്. ആരാധനയും മതവും ഒക്കെ ഒരാളുടെ അവകാശമാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കളിച്ചപ്പോൾ പണി കിട്ടിയിരിക്കുന്നു സംഘികൾക്ക്. 7 സംഘികളെയാണ് കുവൈറ്റ് പുറത്താക്കിയത്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഈ സംഘികൾക്ക് വിസ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മധുരം വിതരണം ചെയ്തതാണ് പ്രശ്നം. മധുരം വിതരണം ചെയ്തുകൊണ്ട് സംഘികൾ തിമിർത്തു. സംഘികൾ ഗൾഫ് രാജ്യങ്ങളിൽ ആഘോഷിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ സംഘികൾ പ്രവാസികളാണ്, പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. ആ രാജ്യങ്ങളിലാണ് സംഘികൾ മധുര വിതരണം നടത്തിയത്. കുവൈറ്റിൽ മധുര വിതരണം നടത്തിയ 7 സംഘികളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു കുവൈറ്റിൻ്റെ ഭരണവർഗം. എന്തായാലും സംഘികൾക്ക് ഇനി അടങ്ങി ഒതുങ്ങി ഇരിക്കാം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റി ഇന്ത്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റിയപ്പോൾ, ഇന്ത്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വലിയൊരു സംഭവമാക്കി മാറ്റിയപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും അത് ആഘോഷിക്കാം എന്ന് സംഘികൾ വിചാരിച്ചു. പക്ഷേ അവർക്ക് ശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. സംഘികൾക്ക് ഇനി വിസ കിട്ടാൻ പ്രയാസമാണ് ഗൾഫ് രാജ്യങ്ങളിൽ. കാരണം രാമപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയിൽ വലിയ സംഭവമായെങ്കിലും ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്താണ് രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന ഘടകം വഹിക്കുന്ന രാജ്യങ്ങളാണ്. ഒരുപാട് ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ അതിജീവനം നടത്തുന്നുണ്ട്. അതൊക്കെ കാലാകാലങ്ങളായി നടക്കുന്ന പ്രതിഭാസം. എന്തായാലും ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് സംഘികളുടെ കാര്യം. സംഘികൾക്ക് വിസ കൊടുക്കണ്ട എന്ന് ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. സംഘികളെ സ്കെച്ച് ചെയ്തുകൊണ്ട് വിസ കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ തുടക്കം കുവൈറ്റ് നടത്തിയിരിക്കുന്നു. കുവൈറ്റിൽ ചെന്ന് മധുര വിതരണം നടത്തിയ 7 പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അവർക്ക് വിസ നിഷേധിച്ചു. കൈയോടെ ഇനി ഇന്ത്യയിലേക്ക് മടങ്ങാം. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് എതിരാണ്. ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മോദി മാറ്റിയിരിക്കുന്നു. വലിയൊരു രാഷ്ട്രീയ ആയുധം തന്നെയാണ് ഇതിലൂടെ മോദി മാറ്റിയെടുത്തത്. എന്തായാലും മോദിക്ക് വമ്പൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇനി സംഘികളെ സ്കാൻ ചെയ്ത് മാത്രമേ പ്രവേശിപ്പിക്കൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുവൈറ്റ് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. കുവൈറ്റ് തുടക്കം കുറിച്ചാൽ ബാക്കി ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇതിന് തുടക്കം കുറിക്കും. മത തീവ്രവാദത്തിൻ്റെ അങ്ങേ തലത്തിലേക്കാണ് സംഘികൾ പോയത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയിൽ വലിയൊരു സംഭവമായപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായ എതിർപ്പാണ് നേരിടേണ്ടി വരുന്നത്.